ശരി. നമസ്കാരം, ഞാൻ സാധികയാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രഹ്മക്ഷേത്രത്തിലാണ്. ഇന്നലെ നവമുഖത്തിൻ്റെ അടുത്ത് വന്നു. അതുപോലെ തന്നെ കുംഭമേള കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു മഹാമാഘത്തിൽ ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ ഇത്രയും ആളുകളുടെ കൂട്ടായ്മ നമുക്ക് എന്താ പറയുക, ഈ ഒരു ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ നിലാനദിയുടെ ആരതി നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനും എത്തിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ എന്തോ ദൈവം തുണച്ചു എന്ന് തന്നെ പറയാം. ഇവിടുന്ന് വെളി വന്നെന്ന് പറയാം. നേരെ എത്തിപ്പെടാൻ പറ്റി. ഇന്നലെ വൈകിട്ട് വന്നു, ആരതി കണ്ടു. എല്ലാം നന്നായി ഭംഗിയായിട്ട് അതിൻ്റെ ക്ഷേത്ര സംഘാടകർ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ വൃത്തി. എപ്പോഴും എല്ലാവരും കൺസേൺ ആയിരുന്നു ഇവിടുത്തെ ഒരു നിലയുടെ ഭംഗി പോവോ അല്ലെങ്കിൽ വൃത്തികേടാകുമോ മലിനമാകുമോ എന്നതൊക്കെ. പക്ഷേ സേവാഭാരതത്തിലെ ആൾക്കാർ, കുട്ടികൾ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഭാഗവും എല്ലാം എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതേപോലെ ഇപ്പോഴും അവിടെ. ഇപ്പം ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് ഇവിടെ ബ്രഹ്മക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും വരുന്നത്. അപ്പം അവിടെ നമുക്ക് കണ്ടാൽ അറിയാം എല്ലാം പഴയ പോലെ തന്നെ ഭംഗിയാക്കി അവർ തിരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിക, ഇവിടെ അമ്പലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഈ പരിസരത്ത്. തിരുനാവായുടെ ഈ ഒരു പുണ്യഭൂമിയിൽ വരിക തീർച്ചയായിട്ടും. അടുത്ത വർഷം ഇതേ മാസത്തിൽ പരിപാടികളുണ്ടാവും. 45 ദിവസം നടക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആവട്ടെ. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, താങ്ക് യു.